ഹായ് ഫ്രണ്ട്സ്, ഓട്ടോ ഡിലക്സ് യൂസ്ഡ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലപ്പുറം ഡിലക്സ് മോട്ടോഴ്സിലുള്ള ഒരുപാട് വാഹനങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സ്വിഫ്റ്റ് ഇത് ZDI ആണ്, 2014 മോഡലാണ്. ഇതുകൂടാതെ മറ്റൊരു സ്വിഫ്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ പഴയ വർഷം, അതായത് ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന ഒരു ഡിസയർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹോണ്ടയുടെ നല്ല മൈലേജ് ഉള്ള ജാസ് പരിചയപ്പെടുത്തുന്നുണ്ട്. മാരുതിയുടെ ഏറ്റവും നല്ല മൈലേജും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നിട്ട് പോയിട്ടുള്ള ഒരു വാഹനമാണ് ബലാനോ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്ന വാഹനം 2014 മോഡല് ZDIയിൽ വരുന്ന സ്വിഫ്റ്റ് ആണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ നോക്കിയാൽ നല്ല നീറ്റായിട്ടുള്ളത്, വൈറ്റ് കളറിലാണ്. ടോട്ടൽ ലോസ് ഫ്രണ്ടും ഗ്യാരണ്ടിയാണ്. അതേപോലെ വണ്ടിയുടെ മറ്റു ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും വൈറ്റ് കളറിൽ വരുന്ന ഒരു വാഹനത്തിൻ്റെ നമ്മുടെ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് യാതൊരുവിധ ഡെൻറ്റിയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ചെറിയ ടച്ചപ്പ്, ബമ്പർ പോലുള്ള മാത്രം ചെറിയ ടച്ചപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. പുറകിലേക്ക് വരികയാണെങ്കിൽ ഡീഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്. അതേപോലെ കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസും വാഹനത്തിൽ വരുന്നുണ്ട്. ബൂട്ട് സ്പേസിൻ്റെ കൂടെ തന്നെ നമുക്ക് പാർസൽ ട്രേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടാനുള്ള സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. അതേപോലെ വാഹനത്തിന് 4 അലോയിൽ വരുന്നുണ്ട്. അത് ZDI ആയതുകൊണ്ടാണ് 4 അലോയിൽ വരുന്നത്. അതായത് 2014 ഇറങ്ങിയ സ്വിഫ്റ്റ് ഡീസലിലെ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. വാഹനത്തിന് ഇന്ത്യയുടെ ഭാഗത്ത് നോക്കി നിങ്ങൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ല സ്പേസ് വരുന്ന ലെഗ് റൂം ഒക്കെ വരുന്നുണ്ട്. സീറ്റ് കവറൊക്കെ കുഴപ്പമില്ല. അതേപോലെ പാർസൽ ട്രേ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റാറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, 2 എയർ ബാഗ്, അതേപോലെ സ്റ്റിയറിംഗ് ടിൽറ്റബിൾ ആണ്. ഹൈറ്റ് കൂട്ടുന്ന സീറ്റാണ് വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗിൽ തന്നെ വോളിയം കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലാണ് എഞ്ചിൻ റൂം കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. 4,25,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കണ വില. ചെറിയ രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മാക്സിമം ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. പറയാൻ വിട്ടുപോയ കാര്യം, ഈ വണ്ടി നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിലാണ്. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. 2024 വരെ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി സർവീസ് അവൈലബിൾ ആയ വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കാണുന്ന 2 നമ്പറിൽ ഏതിലും വിളിച്ചോളി. അഥവാ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി ബലാനോ ആണ്. ബലാനോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല മൈലേജ് ആണ്. അതേപോലെ മെയിൻ്റനൻസ് കുറവാണ്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും മറ്റു വിഷയങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ബലാന സൂപ്പറാണ്. ഇപ്പം നമ്മൾ പരിചയപ്പെടുന്ന വണ്ടി വെറും 90,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഡീസലാണ്. 20 മുതൽ 22, 24 കിലോമീറ്ററൊക്കെ ഏവറേജ് മൈലേജ് പ്രതീക്ഷിക്കുന്ന വാഹനമാണ്. മാത്രമല്ല ഇത് ചെറിയ മുറക്കിൽ ഇറക്കാൻ പറ്റും കേട്ടോ. 6 ലക്ഷം രൂപ ചോദിക്കുന്ന വണ്ടിയാണ്. നിങ്ങൾ വിശദമായിട്ട് കണ്ടു നോക്കി. റെഡ് കളറിൽ വരുന്ന വണ്ടിയാണ്. ഇത് ഡെൽറ്റ ഓപ്ഷൻ ആയതുകൊണ്ട് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേപോലെ അത്യാവശ്യം ഫ്രണ്ട് ഭാഗമാണ് അത്യാവശ്യം നല്ല നീറ്റായിട്ട്. നമ്മൾ ബമ്പറുമ്പോൾ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയിലാണ്. ടയർ നോക്കുകയാണെങ്കിൽ 4 ടയറും നിങ്ങൾക്ക് 90% ഓടാനുള്ള ടയർ ഉണ്ട്. ഡെൽറ്റ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അലോയ് വീൽ വരുന്നില്ല. പിന്നെ സൈഡ് മിററൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇത് കാണാനൊരു എളുപ്പമാണ്, കാണാനൊരു ഭംഗിയും കൂടിയാണ്. വണ്ടിയൊക്കെ റെഡ് കളറിലാണ്. ഇതിൻ്റെ ഓരോ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇത് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാലും നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. നമ്മുടെ ലൊക്കേഷൻ അറിയാലോ, മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ 2 കിലോമീറ്റർ വന്നാലും മച്ചിങ്ങൽ അവിടെ കേട്ടോ ഡിലക്സ് മോട്ടോഴ്സ്. പുറകിലെ വിശേഷം പറയുകയാണെങ്കിൽ ഡീഫോഗർ വരുന്നുണ്ട്. അതേപോലെ വൈപ്പർ വന്നിട്ടുണ്ട്. അതേപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പാർസൽ ട്രേ തൂങ്ങി തിമിരിപ്പുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓടാനുള്ള സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. യാതൊരുവിധ തൊട്ടമുട്ടോ വന്നിട്ടില്ല. കുഴപ്പമില്ലാതെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ്. പുറകിലെ ടയറും കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ലോണം ഓടാണ്ട്. അപ്പോൾ നിങ്ങളൊരു 25,000, 30,000 കിലോമീറ്റർ നിങ്ങൾ വേറെ ടയറിനെ കുറിച്ച് ചിലവ് നോക്കി തന്നെ വേണ്ട. ഇന്റീരിയർ നോക്കി നിങ്ങൾ നല്ല ലെഗ് റൂം വരുന്നുണ്ട്. ക്വാളിറ്റി സീറ്റ് കവർ വാഹനത്തിന് വന്നിട്ടുള്ളത്. അതേപോലെ നല്ല വലുപ്പത്തിൽ ഇരിക്കാൻ പറ്റും. ഫ്രണ്ടിലേക്ക് കാണിക്കുകയാണെങ്കിൽ AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഫോൾഡബിൾ സൈഡ് മിറർ ആട്ടോ, ഞാൻ പറയാൻ പറഞ്ഞതാണ്. അതേപോലെ എയർ ബാഗ് വരുന്നുണ്ട്. മാനുവൽ ഗിയർ ബോക്സ് ആണ്. സ്റ്റീരിയോ വർക്കിംഗ് ആണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷനുള്ള വണ്ടിയാണ്. ഈ ഒരു വണ്ടി നമ്മൾ ചോദിക്കുന്നത് 6 ലക്ഷം രൂപയ്ക്കാണ്. വാഹനത്തിന്റെ എഞ്ചിൻ റൂം കാണിച്ചുതരാം. നല്ല വൃത്തിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും. യാതൊരുവിധ ടോട്ടൽ ലോസോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ്. നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കൊണ്ടൊന്ന് കാണിച്ചോളൂ. 2 അപ്രോൺ നോക്കി നിങ്ങൾ പക്ക ഡീസെന്റ് ആയിട്ടുള്ളത്. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഡീസൽ എഞ്ചിനാണ്. 20, 24 കിലോമീറ്റർ ആവറേജ് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഉള്ളത് നമ്മൾ ഡിലക്സ് മോട്ടോഴ്സിലാണ്. ഈ ഒരു വണ്ടിക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്തു തരാൻ പറ്റും. 6 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അടിപൊളി വിലയാണ്. യാതൊരുവിധ കംപ്ലൈന്റും ഇല്ല. ക്വാളിറ്റി വണ്ടിയാണ്. 2018 മോഡലാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ വേഗം താല്പര്യം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തന്നോളൂ. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടിൻ്റെ വിശേഷങ്ങൾ നോക്കട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്നത് നല്ല മൈലേജ് ഉള്ളൊരു വണ്ടിയാണ്. ഹോണ്ടയുടെ അടിപൊളി ജാസ് ആണ്. ഡീസലാണ്.
ഈ ഒരു വണ്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല എൻജിൻ പെർഫോമൻസ് ആണ്. അങ്ങനെയൊന്നും പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്ന വണ്ടികളല്ല ഹോണ്ടയുടെ വാഹനങ്ങളൊക്കെ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ മൈലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ്ങിലൊക്കെ പോകുമ്പോൾ 25 കിലോമീറ്ററിന് മുകളിൽ തന്നെ മൈലേജ് പ്രതീക്ഷിക്കുക. നമ്മളൊരു 22 കിലോമീറ്റർ ആവറേജ് നമ്മളെ ചെറിയ ഓട്ടത്തിൽ തന്നെ മൈലേജ് കിട്ടുന്ന വാഹനങ്ങളാണ് ഹോണ്ടക്കുള്ളത്. അപ്പോൾ അതിൻ്റെ റെഡ് കളറുള്ള അടിപൊളി വണ്ടിയാണ്. 2015 മോഡലാട്ടോ ഈ ഒരു വണ്ടി വരുന്നത്. ടയർ എസ് ഓപ്ഷൻ ആയതുകൊണ്ട് അലോയ് വീൽ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ടയറിൻ്റെ പ്രത്യേകിച്ച് 4 ടയറും 80% ഓടാനുള്ള ടയറിൻ്റെ 20-25 കിലോമീറ്ററിലേക്ക് നിങ്ങൾ മറ്റൊരു ടയറിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വാഹനത്തിൻ്റെ ഓരോ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ്. വലിയ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതേപോലെ ബോഡി ലൈനിങ്ങും കാര്യങ്ങളൊക്കെ നേരിട്ട് ഒന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു പോർഷനിലേക്കാണ് ചെറിയ സ്ക്രാച്ച് വന്ന ഭാഗത്ത് മാത്രം ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീഫോഗർ വരുന്നുണ്ട്. ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അതേപോലെ പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടിയുടെ നമ്പർ തന്നെ ശ്രദ്ധിച്ചാൽ KL 11 2211 അറിയുന്ന ഒരു ഫാൻസി നമ്പറാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. വാഹനത്തിൻ്റെ പുറകുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ലെഗ് റൂം നല്ല കാലൊക്കെ നീട്ടി വെക്കാൻ പറ്റുന്ന വലുപ്പം കൂടിയ ലെഗ് റൂം വരുന്നുണ്ട്. സീറ്റൊക്കെ അത്യാവശ്യം നല്ല വീതിയിലാണ്. അതേപോലെ പുറകിൽ പാർസൽ ട്രേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ഹൈറ്റ് കൂടിയ വണ്ടിയാണ്. അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് അഡിഷനാണ് സീറ്റ് വരുന്നുണ്ട്. പവർ വിൻഡോ വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് മിറർ കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്. അതേപോലെ സ്റ്റിയറിംഗ് ടിൽറ്റബിൾ ആണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. മാനുവൽ ഗിയർ ബോക്സിലാണ് വാഹനം വന്നിട്ടുള്ളത്. എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് എഞ്ചിൻ റൂം കാണാൻ നമുക്ക്. ഈ ഒരു വണ്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും വരാത്തതാണ്. 1,40,000 കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഈ ഒരു വണ്ടി 4,50,000 റുപ്യാണ് ചോദിക്കണം. വരുന്നെങ്കിൽ നിങ്ങൾ എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ നോക്കി നല്ല വൃത്തിയിലാണ്. അപ്രോണോ കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ കംപ്ലൈന്റോ കാര്യങ്ങളോ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വൃത്തിയുള്ള ഒരു അടിപൊളി വണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2015 മോഡൽ എസ് ഓപ്ഷനിൽ വരുന്ന ജാസ് ഡീസലാണ്. അപ്പോൾ ഡീസൽ നല്ല മൈലേജുള്ള കുറേ ലോങ്ങിലൊക്കെ പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പോവേണ്ട ആവശ്യമുള്ള ആളുകൾ മൈലേജുള്ള വണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി. അപ്പോൾ വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം കൂടാതെ ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടിൻ്റെ വിശേഷങ്ങൾ നോക്കട്ടോ. ഹൈ ഫ്രണ്ട്സ്, നമ്മളിന്ന് അടുത്ത് പരിചയപ്പെടുത്തുന്ന വാഹനം ടൈറ്റാനിയം ഓപ്ഷനിൽ വരുന്നത് ഫുൾ ഓപ്ഷനിൽ വരുന്ന എക്കോസ്പോർട്ടാണ്. ഫോർഡ് കമ്പനി നിർത്തിപ്പോയിട്ടും ആളുകളെ ഡിമാൻഡ് കുറയാത്ത ബാങ്ക് ലോൺ കിട്ടുന്ന ഒരേ ഒരു വണ്ടിയാണ് എക്കോസ്പോർട്ട്. ഏതൊരു കമ്പനി നിർത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് അതിന് ബാങ്ക് ലോൺ കിട്ടില്ല. പക്ഷേ എക്കോസ്പോർട്ടിന് മാത്രം ബാങ്ക് ലോൺ കിട്ടാൻ കാരണം ഇതിൻ്റെ ഡിമാൻഡാണ്. മെയിൻ്റനൻസ് കുറവും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് എക്കോസ്പോർട്ടിൻ്റെ പ്രത്യേകത. അതിൽ ടൈറ്റാനിയം ഓപ്ഷനിൽ വരുന്ന 360 ഡിഗ്രി ക്യാമറ വരുന്ന പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന കീ സെൻറ്റർ വരുന്ന ഒരുപാട് ഫീച്ചേഴ്സുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ നമ്മൾ പരിചയപ്പെടുന്നത്. ഇതിന് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 60-70% ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കമ്പനി അലോയ് വീൽ വരുന്നുണ്ട്. അതുപോലെ ഫോൾഡബിൾ സൈഡ് മിറർ വരുന്നുണ്ട്. ഡീസലാണ് വണ്ടി വരുന്നത്. പുറകിലാണ് ഇതിൻ്റെ സ്റ്റെപ്പിന് കാര്യങ്ങളെല്ലാം വരുന്നത്. ഒരു 90% ഓടാനുള്ള സ്റ്റെപ്പിന് വരുന്നുണ്ട്. ഡീഫോഗർ വൈപ്പർ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ടൂൾസ് കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ടച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതേപോലെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ലെഗ് റൂമാണ് വാഹനത്തിൽ വരുന്നത്. സീറ്റൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള സീറ്റാണ് വരുന്നത്. അടിപൊളി മിനി SUV ആണ്. കാരണം ഭംഗിയുള്ള ഒരു മിനി SUV എന്നതിനേക്കാൾ ക്വാളിറ്റിയുള്ളൊരു മിനി SUV ആണ് എക്കോസ്പോർട്ട് വരുന്നത്. എക്കോസ്പോർട്ടിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ AC പവർ സ്റ്റാറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ അടക്കം അങ്ങനെ ഒരുപാട് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. വണ്ടി ഇപ്പോൾ ഉള്ളത് മലപ്പുറത്താണുള്ളത്. മലപ്പുറം മച്ചിങ്ങിൽ നമ്മുടെ ഷോപ്പിലുണ്ട്. ഒരുപാട് വണ്ടികൾ നമ്മൾ പരിചയപ്പെടുത്തി അതിനെ കൂട്ടത്തിൽ തന്നെയുള്ളതാണ്. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില വെറും 5,30,000 റുപ്യാണ്. 2016 മോഡൽ എക്കോസ്പോർട്ടാണ്. നോക്കണം, ഫോർഡിൻ്റെ വണ്ടിയാണ്. നല്ല ക്വാളിറ്റിയാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ നമുക്ക് ഞാൻ അടുത്തൊരു പുതിയ വണ്ടിയെ പരിചയപ്പെടാം. അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്വിഫ്റ്റ് ആട്ടോ അത്. ഇതും സെക്കൻഡ് ജനറേഷനിൽ വരുന്ന വണ്ടിയാണ്. 2014 ZDA സ്വിഫ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കൂടാതെയുള്ള സ്വിഫ്റ്റാണിത്. ഇത് 2011 മോഡൽ 12 ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. നല്ല വൃത്തിയാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ റെഡ് കളർ കാണാൻ എങ്ങനെയുണ്ട്, ഇതേ ഭംഗി നിങ്ങൾ ഈ വാഹനം നേരിട്ട് കാണുമ്പോഴുണ്ട്. ക്യാമറ ട്രിക്കോ കാര്യങ്ങളൊന്നുമില്ല. അത്രയും വൃത്തിയിലാണ് വണ്ടി ഉള്ളത്. ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ചെറിയൊരു വഴക്കം തോന്നും. പക്ഷേ ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് തോന്നൂല. നിങ്ങൾക്ക് നന്നായി പോളിഷ് ചെയ്തപ്പോൾ നല്ല വൃത്തിയാണ്. കാരണം ഇത് കൊണ്ടെടുക്കുന്ന ഗുണമാണ്. പിന്നെ ടയർ നോക്കുകയാണെങ്കിൽ ഒരു 40-50% ഓടാനുള്ള ടയറാണ് ഉള്ളത്. അലോയ് വീൽ കാര്യങ്ങളൊന്നും വീഡിയോക്ക് വന്നിട്ടില്ല. പിന്നെ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു വണ്ടിക്ക് പറ്റിയിട്ടില്ല. നല്ല വൃത്തിയിലാണ് വണ്ടി വന്നിട്ടുള്ളത്. പുറകിൽ അന്ന് വീഡിയോക്ക് ഡീഫോവർ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് ഒന്നും എത്തിയിട്ടില്ല. പിന്നെ ഹെഡ്ലൈറ്റ് ടൈൽ ലാമ്പൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭംഗിയിലാണുള്ളത്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ നോക്കിയാൽ നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള
പുത്തൻ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ഇനി ഒന്നും ചെയ്യാനില്ല. AC പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്കിൻ്റെ കൂടെ തന്നെ നല്ലൊരു അടിപൊളി റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇനി എൻജിൻ റൂം നോക്കാം, അതും അതേപോലെ വൃത്തിയുണ്ട് കേട്ടോ. ഇതാകെ 1 ലക്ഷം കിലോമീറ്റർ കൂടി സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 2011-12 ഞാൻ പറഞ്ഞു. ഈ ഒരു വണ്ടിക്ക് 3.4 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത്. ആ ഒരു വണ്ടീൻ്റെ എൻജിൻ റൂം ഒക്കെ അന്ന് ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ കണ്ടീഷനിൽ വൃത്തിയായിട്ടുണ്ട്. യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മളെ കയ്യിലുണ്ട്. ഇതിന് ഉദ്ദേശിക്കുന്ന വില 3.4 ലക്ഷം റുപ്യാണ്. ഇത് മലപ്പുറം ഡിലക്സ് മോട്ടോഴ്സിലാണുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. എന്താവശ്യമുണ്ടെങ്കിലും കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇതുകൂടാതെ ഏത് വാഹനത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരുപാട് വാഹന വിശേഷങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം 3.4 ലക്ഷം റുപ്യ ചോദിക്കുന്ന 11-12 സ്വിഫ്റ്റ് VDI സെക്കൻഡ് ഓണർ വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇനി അടുത്ത വണ്ടിൻ്റെ വിശേഷങ്ങൾ പോകാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു ഡിസയറാണ് പരിചയപ്പെടുത്തുന്നത്. ഡിസയർ ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന വണ്ടിയാണ്. അതുകൂടാതെ ഈ ഒരു വണ്ടി അടുത്ത 5 വർഷത്തേക്ക് പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ റിന്യൂവൽ 5 വർഷത്തേക്ക് എടുത്തിട്ടുള്ള 2009 മോഡലിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഒരു അടിപൊളി ഡിസയർ ആട്ടോ. പഴയ വണ്ടികളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുടെ വേഗം ഓടി നോക്കേണ്ട നല്ല എഞ്ചിൻ കണ്ടീഷനുള്ള മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയുണ്ട്. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് ഓടിച്ചു കിടത്തോളൂ. നമ്മളിപ്പോൾ ഒരുപാട് വണ്ടി കാണിച്ചു, ഇനി ഒരു വണ്ടി കൂടി കാണിക്കാണ്ട്. ഇതുകൂടാതെ ഈ ഷോപ്പിലുള്ള ഏതൊരു വണ്ടിയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിന് വന്ന് നിങ്ങൾ കൊണ്ടുപോയി ഓടിച്ചോളി. 10-20 കിലോമീറ്റർ നിങ്ങൾ ഓടിച്ചിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. 2010 ശേഷമുള്ള എല്ലാ വണ്ടിക്കും നമുക്ക് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സംവിധാനവും ചെയ്ത് തരാം. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റെഡി ക്യാഷിന് കൊടുക്കുക എന്നുള്ള, കാരണം പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്, പെട്ടെന്ന് കച്ചവടം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ ഈ ഒരു വണ്ടിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ജനറേഷൻ 2011 വരെ ഇറങ്ങിയ മോഡലുണ്ടല്ലോ, ആ മോഡലിൽ വരുന്ന വണ്ടിയാണ്. അത് VDI ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റാറിംഗ്, 4 പവർ വിൻഡോ സെൻട്രൽ ലോക്ക് വരുന്ന വണ്ടിയാണ്. അലോയ് വീൽ വാഹനത്തിന് വരുന്നുണ്ട്. ടയർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ടയർ ഏകദേശം ഒരു 90% ഓടാനുള്ള ടയർ വരുന്നുണ്ട്. പുറകിലെ ടയറും ഏറെക്കുറെ ഒരു 80-90% ഓടാനുള്ള ടയർ ഉണ്ട്. വാഹനത്തിന്റെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കി നിങ്ങൾ നല്ല മാസമാണ്. അതുപോലെ നല്ല വൃത്തിയിലാണുള്ളത്. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അറിയാലോ, ഇത് പുതിയ വണ്ടിയൊന്നും നല്ല മോഡൽ കൂടിയ വാഹനമൊന്നുമല്ല. 2009 15 വർഷം പഴക്കമുള്ള വാഹനമാണ്. അപ്പോൾ ഒരു വാഹനത്തിൻ്റെതായ ചില സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വാഹനത്തിനുണ്ട്. പിന്നെ ഞാൻ ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കി തരുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പമുള്ള ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ്. ടെയിൽ ലാമ്പൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് വന്നിട്ടുള്ളത്. പുറകിലെ ടയറൊക്കെ ഞാൻ പറഞ്ഞു അത്യാവശ്യം ഓടാനുള്ള ടയറുണ്ട്. സീറ്റ് കവറൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി സീറ്റ് കവറാണ് വന്നിട്ടുള്ളത്. നല്ല വലുപ്പമുള്ള ലെഗ് റൂം കാര്യങ്ങൾ വരുന്നുണ്ട്. പാർസൽ ട്രേ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ടിൽറ്റബിൾ സ്റ്റാറിംഗ് വരുന്നുണ്ട്. AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ വാഹനത്തിന്റെ എഞ്ചിൻ റൂം ഭാഗങ്ങൾ കൂടി ഞാൻ കാണിച്ചു തരാം. നല്ല വൃത്തിയുള്ള എഞ്ചിൻ റൂം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് അപ്രോണോ കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. നല്ല നീറ്റാണ്. നോക്കി നിങ്ങൾ 2009 മോഡല് ഡിസയറിന്റെ എഞ്ചിൻ റൂമാണ് ഈ കാണുന്നത്. നല്ല വൃത്തിയുണ്ട്. 2009 മോഡൽ 29 വരെ റിന്യൂവലുള്ള പുതിയ പേപ്പർ എടുത്തിട്ടുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് ഇപ്പോൾ നിലവിലുള്ളത്. അലോയിൽ അടക്കം ടയർ കാര്യങ്ങളെല്ലാം ഒക്കെ പക്കയാണ്. ഒന്നും നോക്കാനില്ല. വണ്ടീൻ്റെ വില വരുന്നത് 2,10,000 റുപ്യ കിട്ടിയാൽ കൊടുക്കാം നമുക്ക് വണ്ടി മലപ്പുറം ഡിലക്സ് മോട്ടോഴ്സിലുണ്ട്. അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തൊന്ന് ഒന്നുകൂടി. അപ്പോൾ നമുക്ക് അവസാനം പരിചയപ്പെടുന്ന വാഹനത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വാഹനമാണ് പരിചയപ്പെടുത്തുന്നത്. ഡീസലിൽ നല്ല മൈലേജ് ഉള്ള, എന്നാൽ അതേപോലെ തന്നെ ക്വാളിറ്റി ഉള്ള, എന്നും മാർക്കറ്റ് റേറ്റ് ഉള്ള, പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും പെട്ടെന്ന് വരാത്ത ഒരു വാഹനമാണ് ടൊയോട്ടയുടെ ആൾട്ടിസ് എന്ന് പറയുന്നത്. ലക്ഷറി വാഹനമാണ്. ഇതാണെങ്കിൽ ആകെ 3,30,000 റുപ്യ വിലയും വരുന്നുള്ളൂ. ഈ ഒരു വണ്ടിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ നല്ല വൃത്തിയുണ്ട്. പ്രത്യേകിച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ബമ്പറൊക്കെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2010 മോഡലാണ് വണ്ടി വന്നിട്ടുള്ളത്. കമ്പനി അലോയിൽ വരുന്നുണ്ട്. ടയറൊക്കെ പറയുന്നത് 40% ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സൈഡ് മിററിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല വൃത്തിയിലാണുള്ളത്. പിന്നെ മിററൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് സൈഡ് മിറർ ആട്ടോ. ഉള്ളിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ല എഞ്ചിനൊക്കെ നോക്കാൻ നല്ല കണ്ടീഷനിലാണുള്ളത്. പിന്നെ ബൂട്ട് സ്പേസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡീഫോഗർ വരുന്നുണ്ട്. ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, കാരണം വെച്ചാൽ ഇപ്പം തന്നെ ഏകദേശം നമ്മളൊരു 6 വണ്ടി പരിചയപ്പെടുത്തി. കുറേ വണ്ടികൾ പരിചയപ്പെടുത്തി. അത് സമയം എടുത്താൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാനുള്ള സമയം ഇല്ലാതെ പോയി വരും. ഇപ്പോൾ ഇത്ര തന്നെ സമയം നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റി വെച്ചാൽ വലിയൊരു കാര്യമാണ്. അതേപോലെ വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് റൂം വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട്. അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ സെൻട്രൽ ലോക്ക്, അതേപോലെ ഹൈറ്റ് എഡിഷൻ സീറ്റ്,
എയർ ബാഗോട് കൂടിയ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ടിൽറ്റബിൾ ആണ്. വോളിയം കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ വരുന്ന ഒരു വണ്ടി കൂടിയാണ്. അത്യാവശ്യം നല്ല ക്ലീൻ ക്വാളിറ്റിയിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് 330 നമ്മൾ ചോദിക്കുന്നത്. 2010 മോഡലാണ്. G ആണ് ഓപ്ഷൻ വരുന്നത്. വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ മോഡൽ കുറഞ്ഞ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഒരുപാട് വണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട്. സ്വിഫ്റ്റ് പരിചയപ്പെടുത്തി, ബലാനോ പരിചയപ്പെടുത്തി, എക്കോസ്പോർട്ട് പരിചയപ്പെടുത്തി, അങ്ങനെ ഒരുപാട് വണ്ടികൾ നമ്മൾ പരിചയപ്പെടുത്തി. ഇനി ഒരുപാട് വാഹനങ്ങൾ നമ്മളെ യാർഡിലുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ വീഡിയോന്റെ ലെങ്ത് കൂടും എന്നൊരൊറ്റ കാരണത്താൽ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ ഇതുപോലെയുള്ള എല്ലാ വാഹനങ്ങളെ കുറിച്ചും അറിയിക്കാം. ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് വാഹനങ്ങളുടെ വീഡിയോസ് ആയിരിക്കും ഈ ഒരു വാഹനത്തിൽ വരും. നിങ്ങളൊരു വാഹനം അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ അടുത്തൊരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിലൊരു പിഴവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അതൊന്ന് മെൻഷൻ ചെയ്യണം, അറിയിക്കണം. പിന്നെ ഞങ്ങളെ 2 നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ഉടനെ തന്നെ അതിൽ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചാൽ മതി. ഇനി ഞങ്ങളുടെ അടുത്തുള്ള എല്ലാ വാഹനങ്ങളുടെ ഡീറ്റെയിലും മറ്റും കാര്യങ്ങളും അറിയാനാണെങ്കിൽ ഒരു ഹായ് അയച്ചാൽ മതി. തീർച്ചയായും ഞങ്ങളുടെ സ്പോട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഒരു കാറ്റലോഗ് ഇട്ടുതരാം. ആ കാറ്റലോഗിൽ ഞങ്ങളുടെ അടുത്തുള്ള എല്ലാ വാഹനങ്ങളുടെ വിശേഷങ്ങളും കാണാം. ഡിലക്സ് മോട്ടോഴ്സിലെ വാഹനങ്ങളും മോട്ടോ ഡിലക്സിലെ വാഹനങ്ങളൊക്കെ അതിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.